അല്പസമയം മുൻപ് ഒരു വിശദീകരണ പോസ്റ്റ് വന്നു. സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. നമുക്കതുകൂടി ഒന്ന് നോക്കാം. എന്താണ് സുരേഷ് ഗോപി ഏറ്റവും ഒടുവിൽ പറഞ്ഞത്? അല്പസമയം മുമ്പാണ് ദില്ലിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്റെ പ്രസംഗത്തെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി വളച്ചൊടിച്ച മലയാള മാധ്യമങ്ങൾക്ക് അറിയേണ്ടത് ഭാരതത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായി ഓരോ ഭാരതീയനെയും തുല്യനായി കാണണം എന്നതാണ് ബാബാ സാഹിബ് മുന്നോട്ട് വെച്ച വലിയ സ്വപ്നം. വളരെ കറക്റ്റ്. ഈ തുല്യതയുടെ ഭാഗമായാണ് ഭാരതത്തിലെ ആദിവാസികളും പിന്നാക്ക വിഭാഗങ്ങളും മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നും പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങളിലും പങ്കാളികളാകണമെന്നും ഞാൻ ആഗ്രഹിച്ചത്. പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായി. ഈ തുല്യതയുടെ ഭാഗമായാണ് ഭാരതത്തിലെ ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളും മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണം. മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കേണ്ടവരല്ല പിന്നാക്ക വിഭാഗത്തിലുള്ളവർ എന്നാണ് ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞത്. ഓരോ ഭാരതീയനും തുല്യരാണ്, അവൻ അന്തസ്സിൽ ഈക്വലാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മുന്നാക്ക വിഭാഗക്കാരാൽ സംരക്ഷിക്കപ്പെടേണ്ട വർഗമല്ല പിന്നാക്ക വിഭാഗക്കാരും അതല്ലെങ്കിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളും. ഇത് പക്ഷേ വീണ്ടും വിശദീകരിച്ച് കുഴയുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. ഇന്നെൻ്റെ പ്രസംഗം ദുഷ്ടലാക്ക് ഉപയോഗിച്ച് വളച്ചൊടിച്ച മാധ്യമങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടാനുള്ള ധൈര്യം കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP-യോടുള്ള നിങ്ങളുടെ വൈരാഗ്യവും എന്നോടുമുള്ള ദ്വേഷവും എനിക്കെൻ്റെ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളെ സേവിക്കാനുള്ള പ്രചോദനമാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. അതിവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഒന്നോർക്കുക, നിങ്ങൾ ഇന്ന് ആദിവാസി വിരോധി എന്ന് ചിത്രീകരിച്ച സുരേഷ് ഗോപിയാണ് വയനാട്ടിലും ഇടുക്കിയിലെ ഇടമലക്കുടിയിലും ആദിവാസികൾക്കായി ശബ്ദമുയർത്തിയ അതേ സുരേഷ് ഗോപി. ജനങ്ങൾക്ക് എന്നെ അറിയാം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതേ സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പ് മന്ത്രിയാണ്. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പെട്രോളിയം ബാങ്കുകൾ അവർക്ക് തിരികെ കൊടുക്കാൻ അത് ആദിവാസി ഇതര വിഭാഗത്തിൽപ്പെട്ടവർ കൈയടക്കി വെച്ചിരിക്കുന്നത് അവർക്കായി നൽകാൻ എന്ത് നിലപാടെടുത്തു എന്നാണ് പല ആദിവാസി ദളിത് പ്രവർത്തകരും ചോദിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി വിശദീകരിച്ച് വീണ്ടും കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. ഈ തുല്യതയുടെ ഭാഗമായാണ് ഭാരതീയത്തിലെ ആദിവാസികളെയും പിന്നാക്ക വിഭാഗങ്ങളെയും മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിലൂടെ വീണ്ടും സുരേഷ് ഗോപി ആ അർത്ഥത്തിൽ താൻ പറഞ്ഞത് എന്താണോ ആ അതേ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും വിശദീകരിച്ച് കുഴപ്പത്തിലാവുകയാണ് സുരേഷ് ഗോപി.